രണ്ട് പെണ്ണുങ്ങളും എൻ്റെ അമ്മായിമ്മയും എന്നൊരു തലക്കെട്ടിലാണ് ഇന്ന് സജീർ എനിക്ക് മെയിലയച്ചിരിക്കുന്നത്. എന്തായാലും സജീറിൻ്റെ മെയിലിലേക്ക് നമുക്കൊന്ന് കടക്കാം. മാഡം, എൻ്റെ പേര് സജീർ. എനിക്ക് 26 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 2.5 വർഷമായി. പറഞ്ഞു കഴിഞ്ഞാൽ മാഡം ചിലപ്പോൾ എന്നെ ഓടിച്ചേക്കും. ഞാൻ ഏകദേശം 24 പെണ്ണിനെ കാണാൻ പോയി. എന്നിട്ട് അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ സ്വപ്നത്തിലെ സൗന്ദര്യമുള്ളൊരു പെണ്ണിനെ 25ാമത്തെ തവണയാണ് ഞാൻ കണ്ടത്. ആ പെൺകുട്ടിയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾക്കും എന്നെ ഇഷ്ടമായിരുന്നു. ഞാൻ വീമ്പ് പറയാണെന്ന് വിചാരിക്കരുത്. കണ്ട 24 പെണ്ണുങ്ങൾക്കും എന്നെ ഇഷ്ടവുമായിരുന്നു. ആഹാ, അത്രയ്ക്ക് സൗന്ദര്യം നിനക്കുണ്ടോ എന്ന് മാഡം ചോദിച്ചേക്കാം. അങ്ങനെ ഇല്ലെന്ന് പറയാൻ പറ്റില്ല, ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യ സൗന്ദര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും സ്ത്രീകളെ ആകർഷിക്കാനുള്ള എല്ലാ ഘടകങ്ങളും എന്നിലുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാണ് തന്നെയാണ് ഞാൻ. പ്രേമിച്ച് വിവാഹം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ബാപ്പ സമ്മതിക്കില്ലായിരുന്നു. എന്തായാലും എൻ്റെ ഇഷ്ടത്തിൽപ്പെട്ടൊരു പെണ്ണിനെ കണ്ടപ്പോൾ എൻ്റെ വിവാഹം വീട്ടുകാർ നടത്തി തന്നു. പക്ഷേ അവിടെ ചില പ്രശ്നങ്ങളൊക്കെയുണ്ട്. ഒരു നാട്ടുപുറത്താണ് എൻ്റെ ഭാര്യയുടെ വീട്. അവിടെ ഭാര്യ ഇങ്ങിപ്പോന്നു കഴിഞ്ഞാൽ അമ്മായിമ്മ തനിച്ചാകും. ഒരു മകനുള്ളത് വിദേശത്താണ്. എൻ്റെ അമ്മായിപ്പനില്ല, അദ്ദേഹം മരിച്ചു പോയിട്ട് 7 വർഷമായി. അമ്മായിമ്മയ്ക്ക് തനിയെ താമസിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. ഉമ്മ നല്ല ശക്തിയും ബുദ്ധിയുമുള്ള സ്ത്രീ തന്നെയാണ്, ചെറുപ്പവുമാണ്. അവർക്ക് നിബന്ധനകളൊന്നുമില്ലായിരുന്നു. എങ്കിലും തനിയല്ലേ താമസം, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണമെന്ന് എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ചെയ്യാറുമുണ്ട്. എനിക്ക് 2 ബേക്കറി ഉണ്ട്. 9:30 ആകുമ്പോഴാണ് രണ്ടും അടയ്ക്കുക. അതിനിടയ്ക്ക് രണ്ടിടത്തും പോയും വന്നും ഒക്കെ നിൽക്കണം. അതുകൊണ്ട് ഞാൻ ബിസിയാണ്. എൻ്റെ ഭാര്യ എന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. രാത്രി 10:30 വരെ ഭാര്യ എന്നെ വിളിക്കില്ല. 10:30 കഴിഞ്ഞും ഞാൻ ചെന്നില്ലെങ്കിൽ മാത്രമേ എന്നെ വിളിക്കാറുള്ളൂ. അത്രയ്ക്കൊന്നും ഞാൻ താമസിക്കില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാനും ഭാര്യയും കൂടെ അമ്മായിമ്മയെ കാണാൻ ഒന്ന് പോകും. ഒരു അരമണിക്കൂർ അവിടെ വിശ്രമിക്കും. ചിലപ്പോൾ അവിടെ താമസിക്കും, അല്ലെങ്കിൽ തിരിച്ചിങ്ങി പോരും. ഒരു 10 കിലോമീറ്റർ യാത്രയുണ്ട്. എൻ്റെ ഉമ്മയാണെങ്കിൽ ഇത്തിരി കടുംപിടുത്തക്കാരിയാണ്. വാശിയും വൈരാഗ്യമൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. എപ്പോഴും എന്നെ കുറ്റം പറയുകയും ചെയ്യും, അംഗീകരിക്കില്ല. പക്ഷേ എൻ്റെ അമ്മായിമ്മ അങ്ങനെയല്ല. എന്നെ ഒത്തിരി ഇഷ്ടപ്പെടുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യും. ഞാൻ സ്വന്തനാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ടൈപ്പാണ്. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് എനിക്ക് എൻ്റെ ഉമ്മയേക്കാൾ അടുപ്പം അമ്മായിമ്മയുമായി ആയിത്തീർന്നു. അതിൻ്റെ ഉമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്നാലും ഞാനത് മൈൻഡ് ചെയ്യാറില്ല. എൻ്റെ ഭാര്യയും എന്നോട് എപ്പോഴും പറയും, നിങ്ങൾക്ക് എൻ്റെ അമ്മയോട് നല്ലൊരു മാനസിക ബന്ധമുണ്ട്, എനിക്ക് സന്തോഷം തോന്നുന്നു. എന്തായാലും 5-6 മാസം ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ വൈഫ് എന്നോട് പറഞ്ഞു, ഇക്ക ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടി വരാം. ഒരു ബേക്കറി ഞാൻ നോക്കി നടത്താമെന്ന്. എനിക്ക് പണ്ടേ താല്പര്യമുണ്ട്. പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് അത് ഒട്ടും ഇഷ്ടമല്ല. പ്രത്യേകിച്ച് എൻ്റെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും. അവർ രണ്ടുപേരുമാണ് ആ ഐഡിയ എതിർത്തത്. പക്ഷേ എൻ്റെ അമ്മായിമ്മയ്ക്ക് അതൊക്കെ വലിയ ഇഷ്ടമാണ്. മോനെ സാരമില്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ജീവിക്കേണ്ടതല്ലേ. അവളപ്പം ഒരു കട നോക്കിയാലും ഒരു പ്രശ്നമില്ല. മോൻ ഒന്ന് റിലാക്സ് ആകാമല്ലോ എന്ന് പറഞ്ഞു. ക്യാഷിൽ ഇരിക്കുന്നത് അവിടുത്തെ തന്നെ തൊഴിലാളിയാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമോ എന്ന് പലപ്പോഴും എനിക്ക് ഭയം തോന്നിയിട്ടുണ്ട്. പക്ഷേ വിശ്വസ്തനാണ്. എന്നാലും ഭാര്യ വന്നിരുന്നാൽ അത്ര ഒരു സമാധാനമല്ലേ. ഞാൻ വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ ആദ്യം എതിർത്തെങ്കിലും ഞാൻ കുറച്ച് പിടിച്ചു നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അവർ സമ്മതിച്ചു. അങ്ങനെ ഭാര്യ ഒരു കടയിൽ എൻ്റെ കൂടെ വരാൻ തുടങ്ങി. ഞാൻ രണ്ടിടത്തുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കും. ഏകദേശം ഒരു കിലോമീറ്റർ വ്യത്യാസമുള്ള 2 കടയുമായിട്ട്. കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴേ എൻ്റെ ഉമ്മ എന്നെ വിളിച്ചു ചോദിച്ചു, രണ്ടുപേരുടെയും ഉദ്ദേശം എന്താണ്, കുട്ടികളൊക്കെ എപ്പോൾ വേണമെന്നാണെന്ന്. ഞാൻ പറഞ്ഞു, അതൊക്കെ പഠിച്ചോൻ തരുന്ന സമയത്ത് തന്നോട്ടെ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റി വെക്കുന്നില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഉമ്മ ഒന്ന് മോളി. അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വേണമെന്നാണ്. ഞാനും ഭാര്യയും മുഖത്തോട് മുഖം നോക്കി. നമ്മളുടെ കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നു. ദൈവം അതിൻ്റെ ഫലം തരുമ്പോൾ തരട്ടെ എന്നതായിരുന്നു എൻ്റെ വിശ്വാസം. പിന്നെ ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല എൻ്റെ ഭാര്യ. അവൾ കച്ചവടത്തിൽ ഒരു മിടുക്കിയാണ്. പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും പഠിച്ചെടുത്തു. ആൾക്കാരോടൊക്കെ നല്ല സഹകരണം. കാണാൻ അതീവ സുന്ദരിയായതുകൊണ്ട് കസ്റ്റമേഴ്സിനും വളരെ സന്തോഷം. അത് എനിക്ക് ഒന്ന് പ്ലസ്സായി ഭവിച്ചു. കാര്യം ആ കടയിൽ ഇഷ്ടം പോലെ കച്ചവടം കൂടി വന്നു. എന്നാൽ എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു, ഇവളെ കാണാൻ വേണ്ടി ഇനി ചെറുപ്പക്കാർ അവിടെ ഇടിച്ചു കയറുമോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, ഇങ്ങനെ 100 കൂട്ടം ചിന്തകളുണ്ട്. ഒരു വട്ടം ഞാൻ ഭാര്യയോട് പറയുകയും ചെയ്തു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, പിന്നെ ഇക്ക, നിങ്ങളെ ഇട്ടിട്ട് പോകാൻ മാത്രം എനിക്ക് തലയ്ക്ക് ഓൾ
മക്കളൊന്നുമില്ല. ഞാനങ്ങനെ വഞ്ചിക്കാൻ നടക്കുന്നവളല്ല. വിവാഹം കഴിച്ചിട്ട് ഇത്രയും നാളല്ലേ ആയുള്ളൂ. എന്നെ സംശയിക്കുന്നത് ശരിയല്ല. സത്യം പറഞ്ഞാൽ നിങ്ങളെയാണ് ഞാൻ സംശയിക്കേണ്ടത്. ഏത് പെണ്ണിനെ ആകർഷിക്കാനാ നിങ്ങൾ രാവിലെ ഒരുങ്ങി കെട്ടി വീട്ടിൽ നിന്നിറങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അല്ലറ ചില്ലറ വഴക്കുകൾ ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രം. ഇപ്പോൾ സമയമുള്ളത് കൊണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ അമ്മായിമ്മയ്ക്ക് നല്ല പച്ചക്കറി കിട്ടുമ്പോൾ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് കൊടുക്കും. ചിലപ്പോൾ ഉച്ചയൂണ് അവരുടെ വീട്ടിൽ നിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഭാര്യ വരില്ല. ഞാൻ അവൾക്ക് ലഞ്ച് ബോക്സിൽ അവളുടെ ഉമ്മ ഉണ്ടാക്കിയ ഭക്ഷണം എടുത്തുകൊണ്ട് കൊടുക്കും. അത് അവൾക്ക് സന്തോഷം തന്നെ. അങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് എൻ്റെ അമ്മായിമ്മയുടെ വീട്ടിൽ ഞാൻ എത്തിയതാണ്. പുള്ളിക്കാരി എന്നെ സ്വീകരിച്ചിരുത്തി. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ ഞാൻ ദേ അപ്പുറത്തെ വീട്ടിലേക്ക് ഇപ്പം പോയിട്ട് വരാം. ഒരു 5 മിനിറ്റ് നീ ഒരു കാര്യം ചെയ്യേ, ഭക്ഷണം എടുത്ത് കഴിക്കൂ. ഞാൻ അടുത്ത വീട് വരെ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. ഞാൻ തലയാട്ടി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ തിരിച്ചു വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ ഒരു വീട് തൊട്ടപ്പുറത്ത് ആൾ താമസമില്ലാതെ കിടക്കുന്നുണ്ടായിരുന്നല്ലോ, ആ വീട്ടിൽ വാടകക്കാർ വന്നു. ആരാമേ വന്നത്? ആ അതല്ല ഞാൻ പറയാൻ വന്നത്. അവർ 2 പേരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. എൻ്റെ കൂട്ടുകാരികളാണ് 2 പേരും. 2 പേരും അമ്മയുടെ കൂട്ടുകാരികളാണോ? അതേടാ, 2 പെണ്ണുങ്ങൾ തനിച്ചാണ് അവിടെ താമസിക്കാൻ വന്നത്. അതെന്താ അമ്മേ 2 പെണ്ണുങ്ങൾ തനിച്ച്? അവർക്ക് മക്കളൊന്നുമില്ലേ? മക്കളൊക്കെ ഉണ്ടടാ, പക്ഷേ 2 പേരുടെ ഭർത്താക്കന്മാർ മരിച്ചു പോയതാണ്. ഇവർ 2 പേരുടേതും പ്രേമ കല്യാണമായിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഇവർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 2 പേർക്ക് പ്രേമം ഉണ്ടായിരുന്നു. പ്രേമിച്ച ആളുകളെ തന്നെയാണ് അവർ 2 പേരും കല്യാണം കഴിച്ചത്. 2 പേർക്കും ഓരോ പെൺമക്കളുണ്ടായി. ഒരുത്തിയുടെ ഭർത്താവ് 10 വർഷം കഴിഞ്ഞപ്പോഴും ഒരാളുടെ ഭർത്താവ് 15 വർഷം കഴിഞ്ഞപ്പോഴും മരിച്ചുപോയി. ഇപ്പോൾ പെൺകുട്ടികളുടെ 2 പേരുടെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ 2 പേരും ഇവിടെ വന്ന് താമസിക്കുന്നത്. അല്ല, ഇവർ 2 പേരും ഇരട്ടകളോ അല്ലെങ്കിൽ സഹോദരിമാരോ ബന്ധുക്കളോ വല്ലോ ആണോ? അല്ലടാ, ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് പഠിച്ചതാണ്. ഞങ്ങൾക്ക് ഒരു സ്കൂൾ ഗ്രൂപ്പ് പണ്ടേ ഉണ്ട്. അതിൽ എല്ലാവരും ശക്തമായ ബന്ധമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ പല പ്രശ്നങ്ങളിലും ഞങ്ങളൊക്കെ പൈസ ആയിട്ട് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ ബാപ്പ മരിച്ചപ്പോഴും അവർ വരികയും സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ല, ഇവർക്ക് വേറെ വീടും കൂടും ഒന്നുമില്ലേ? 2 കുടുംബത്തിൽപ്പെട്ട 2 സ്ത്രീകൾ സുഹൃത്തുക്കൾ മാത്രമാണ്. അങ്ങനെ 2 സ്ത്രീകൾ എവിടെയെങ്കിലും വാടകയ്ക്ക് വന്ന് താമസിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അമ്മായിമ്മ എന്നോട് പറഞ്ഞു, ആ എന്തായാലും ഇവരുടെ കഥ അങ്ങനെയാണ്. 2 പേർക്കും വീട്ടിൽ നിൽക്കാൻ വയ്യ. ആ സമയത്താണ് ഞാൻ പറഞ്ഞത്, ദേ ഇവിടെ ഒരു വീട് ഒഴിഞ്ഞുകിടപ്പുണ്ട്. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും അവഗണനകളും പ്രശ്നങ്ങളും ഒക്കെയാണ്. ഇനിയിപ്പോൾ അവർ വന്ന് ഒരു ജോലി കണ്ടുപിടിക്കും. ജോലിയൊക്കെ സെറ്റപ്പ് ആക്കി കൊടുക്കാൻ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർക്ക് പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ. പിന്നെ അവർ ഇന്ന് വന്നതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മയാണ് ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിന്. ഉമ്മയാണ് അവരെ വിളിച്ചു വരുത്തി താമസിപ്പിച്ചത്. എന്നാലും ഉമ്മ 2 കുടുംബത്തിലുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെ ഒരിടത്ത് വന്ന് ഒന്നിച്ച് തനിയെ താമസിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലേ? അല്ലെങ്കിൽ നാട്ടുകാരെന്ത് കരുതും? ഇതൊക്കെ സേഫ് ആണോ ഉമ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മയുടെ എല്ലാ മുഖഭാവങ്ങളും മാറിയിട്ട് എന്നോട് ചോദിക്കുകയാണ്, അപ്പോൾ നീ പുരുഷ മേധാവിത്വമുള്ള ആൾക്കാരാണ്. സ്ത്രീകൾ ഒറ്റയ്ക്ക് താമസിക്കുന്നതും സ്വതന്ത്രമായി ജീവിക്കുന്നതൊന്നും നിനക്കിഷ്ടമല്ല. നിനക്കുടനെ നാട്ടുകാരെന്ത് കരുതും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ സ്ത്രീകൾ എല്ലാം സഹിച്ച് നിങ്ങളുടെ അടിമയായി ജീവിക്കണോ? ഉമ്മ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. 2 സ്ത്രീകൾ തനി താമസിക്കുന്നു, അതും യാതൊരു ബന്ധവുമില്ലാത്ത ആൾക്കാർ. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ, ആര് പറയണ്ട യാതൊരു ബന്ധവുമില്ലെന്ന്? സുഹൃത്ത് ബന്ധമാണ് ഏറ്റവും വലിയ ബന്ധം. പിന്നെ അവളുമാർ 2 പേരും വിധവകളാണ്. ഭർത്താക്കന്മാരുടെ വീട്ടിൽ ഒരു പരിധി വരെ താമസിച്ചു. അത് കഴിഞ്ഞ് സ്വന്തം വീടുകളിലേക്ക് ചെന്നു. അവിടെ സഹോദരങ്ങൾക്ക് കുടുംബമൊക്കെ ഉണ്ട്. വിധവകളായി അവിടെ ജീവിച്ചു. ഒരു കണക്കിന് 2 പെൺകുട്ടികളുടെ കല്യാണം പല കാലങ്ങളായിട്ട് കഴിഞ്ഞു. പിന്നെയും അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അവഗണനകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴാണ് ഗ്രൂപ്പിൽ അവർ കരഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ അവതരിപ്പിച്ചത്. അപ്പോൾ ഞാനാണ് പറഞ്ഞത്, നിങ്ങൾക്ക് 2 പേർക്കും കൂടെ ഒന്നിച്ചിവിടെ ജീവിച്ച് ജോലിക്ക് പോകാമല്ലോ. എന്തായാലും വേറെ കല്യാണം കഴിക്കാൻ അവർക്ക് 2 പേർക്കും ഉദ്ദേശമില്ല. അത് ഞാൻ ചോദിച്ചു നോക്കിയതാണ്. ആദ്യം ഞാൻ ഓർത്തത്, തനിച്ച് ഞാനിവിടെ താമസിക്കില്ലേ, അവളുമാർ 2 പേരും എൻ്റെ കൂടെ ഒന്ന് താമസിച്ചോട്ടെ, കുറേ നാളെങ്കിലും അവർക്ക് സ്വസ്ഥത കിട്ടുമല്ലോ എന്നാണ്. പിന്നെ ഞാൻ ഓർത്തു, നിങ്ങൾ വരുന്നതല്ലേ, നിങ്ങളുടെ പ്രൈവസിക്ക് ഒരു തടസ്സമാകണ്ട. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അപ്പുറത്തെ വീട് ശരിയാക്കി കൊടുക്കാമെന്ന്. അതിന് നിനക്കെന്താടാ, നീ എന്തിനാ കിടന്നിങ്ങനെ തുള്ളുന്നത്? എൻ്റെ പൊന്നുമ്മ, നിങ്ങൾ ഇത്രയും വലിയ പുരോഗമനവാദിയാണെന്ന് എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞിരുന്നില്ല. എൻ്റെ ഭാര്യ പോലും എന്നോട് പറഞ്ഞില്ല. അതുകൊണ്ടാ അങ്ങ് ക്ഷമിക്ക് എന്ന് പറഞ്ഞു. എന്തായാലും ഊണ് കഴിച്ചു കഴിഞ്ഞ് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം പാക്ക് ചെയ്ത ശേഷം
ഉമ്മ എന്നോട് പറഞ്ഞു, ബാ എൻ്റെ കൂടെ അവരെ ജസ്റ്റ് കണ്ടിട്ട് പോകാമെന്ന്. ഓ വേണ്ടുമ്മ, എനിക്ക് പോകാൻ ധൃതിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ, അല്ല നീ കണ്ടിട്ട് പോകാം, നിനക്ക് അവരെക്കുറിച്ച് എന്തൊക്കെയോ സംശയങ്ങളുണ്ടല്ലോ. ഉമ്മ സംശയങ്ങളൊന്നുമില്ല, ഏതോ 2 വീട്ടിലെ പെണ്ണുങ്ങൾ, നീ അത് റിപ്പീറ്റായിട്ട് പറയണ്ട, എനിക്ക് ദേഷ്യം വരുവേ, ബാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനും പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ വീട് വൃത്തിയാക്കിയതാണ്. എങ്കിലും അവരിതൊക്കെ ഒന്ന് തൂത്തു തുടയ്ക്കുന്ന രംഗമാണ് കണ്ടത്. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഉമ്മയേക്കാൾ സൗന്ദര്യമുള്ള 2 സ്ത്രീകൾ, ഉമ്മയുടെ പ്രായമാണെന്ന് കണ്ടാൽ മനസ്സിലാകും. എന്നെയും ഉമ്മയും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും 2 പേരും പണി നിർത്തി നോക്കി. അപ്പോൾ ഉമ്മ പറഞ്ഞു, എടീ ശ്രീജെ, നോക്കിക്കേ എൻ്റെ ഒരേ ഒരു മരുമകനായതെന്ന്. അപ്പോൾ 2 പേരും കൂടെ വന്നിട്ട്, അത് ഞങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ കല്യാണത്തിന് വന്നതല്ലേ മോളെ, എല്ലാം ഞങ്ങൾക്കറിയാമല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഉമ്മ പരിചയപ്പെടുത്തി, എടാ ഇത് ശ്രീജ, ഇത് ജ്യോതി, 2 പേരും എൻ്റെ ഉറ്റ സുഹൃത്തുക്കളാണ്, ക്ലാസ്മേറ്റ്സുമാണ്. നിന്നോട് ഇവരുടെ പ്രശ്നങ്ങളെപ്പറ്റി ഞാൻ 10 മിനിറ്റ് മുമ്പ് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രീജ ചേച്ചി ഓടി വന്ന് എൻ്റെ കയ്യിൽ പിടിച്ചു. മോനെ, അല്ലെങ്കിലും മോൻ ഇത് കേൾക്കുമ്പോൾ അത്ഭുതപ്പെടുമെന്ന് എനിക്കറിയാം. ഞങ്ങൾ 2 പെണ്ണുങ്ങൾ തനിയൊരു വീട്ടിൽ വന്ന് താമസിക്കുന്നു. അത് എല്ലാവർക്കും അത്ഭുതമായിരിക്കും. ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ, പക്ഷെ ഞങ്ങൾ അധ്വാനിച്ച് ജീവിക്കുമെന്ന് പറഞ്ഞു. അതിനെന്താ ചേച്ചി, നമ്മുടെ ബേക്കറിയിൽ ഒരാൾക്ക് വേക്കൻസി തൽക്കാലം തരാൻ പറ്റും, ഒരു സ്റ്റാഫ് പോയ സമയമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞു, എന്താ പിന്നെ ജ്യോതിക്ക് കൊടുക്ക്, അവളാണെങ്കിൽ നേരത്തെ ഒരു കടയിൽ നിന്നിട്ടുണ്ട് അല്ലേടി. ആ മോനെ, ഞാൻ ടൗണിലൊരു ബേക്കറിയിൽ നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അവർ കാര്യങ്ങൾ പറഞ്ഞു. എക്സ്പീരിയൻസ് ഉള്ള സ്ത്രീയാണ്, ഇപ്പോൾ വേണമെങ്കിൽ അവരെ അവിടെ നിയമിക്കാം. എന്തായാലും അമ്മായിയമ്മയുടെ കൂട്ടുകാരല്ലേ എന്ന് വിചാരിച്ച് ജ്യോതി ചേച്ചിയാണ് ഞാൻ അവിടെ നിയമിച്ചത്. അങ്ങനെ അവരുമായിട്ടെല്ലാം നല്ല ബന്ധമായി. ഞങ്ങൾ പോകുമ്പോഴേക്കും 2 സ്ത്രീകളും ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായി ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരും. എൻ്റെ ഭാര്യയ്ക്ക് ആദ്യം അത്ര ഇഷ്ടമല്ലായിരുന്നെങ്കിലും പിന്നീട് അവരുമായി നല്ല കൂട്ടായി. ശ്രീജ ചേച്ചിക്കും ഉടനെ തന്നെ ഒരു ജോലി കിട്ടി. അവരുടെ ഗ്രൂപ്പിലുള്ള ഒരിക്ക ആ ജോലി തരപ്പെടുത്തി കൊടുത്തു. അങ്ങനെ 2 പേർക്കും പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. കല്യാണം കഴിഞ്ഞ് 1 വർഷവും 2 മാസവും ആയപ്പോഴാണ് എൻ്റെ ഭാര്യയ്ക്ക് വിശേഷമായത്. ആ സമയത്ത് അവൾക്ക് വല്ലാത്ത അസ്വസ്ഥത, ഭയങ്കര ഛർദിൽ. എന്തായാലും ഇനി അവളെ ബേക്കറി എടുത്താൻ പറ്റില്ല. അപ്പോഴേക്കും ജ്യോതി ചേച്ചി എല്ലാം ഡീൽ ചെയ്യുന്ന രീതിയിലായിരുന്നു. അവരെ ഏൽപ്പിച്ചിട്ട് നമുക്കിറങ്ങിപ്പോകാം, ഒരു പ്രശ്നമില്ല, എൻ്റെ ഭാര്യയേക്കാൾ മിടിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും എൻ്റെ ഭാര്യയ്ക്ക് ഇത്ര അസ്വസ്ഥതയുണ്ടെങ്കിലും 3 അമ്മമാർ ഉള്ളതുപോലെയായിരുന്നു. പ്രഗ്നൻസി ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, നല്ല റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ ആദ്യമേ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആദ്യമേ തന്നെ ഭാര്യയെ അവളുടെ വീട്ടിലേക്ക് മാറ്റി. എൻ്റെ വീട്ടിൽ നിർത്തിക്കഴിഞ്ഞാൽ എൻ്റെ ഉമ്മ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം, അത് സ്വാഭാവികമാണല്ലോ. എൻ്റെ ഉമ്മയെ നിയന്ത്രിക്കാൻ എനിക്ക് എന്തായാലും പറ്റില്ല. അങ്ങനെ 3 അമ്മമാരുടെ സംരക്ഷണയിൽ അവൾ അവിടെ സുഖമായിരുന്നു. ഞാനിപ്പോൾ അവിടെ ഇല്ലെങ്കിലും പ്രശ്നമില്ല, അവർ മാനേജ് ചെയ്യും. പക്ഷേ 2 മാസം കഴിഞ്ഞ് 3 മാസമായപ്പോഴേക്കും എൻ്റെ ഭാര്യയുടെ സ്വഭാവം മാറാൻ തുടങ്ങി. അതുവരെ എന്നോട് നല്ല സ്നേഹമായിരുന്നു. പക്ഷേ പിന്നീട് അവൾക്ക് എന്നോട് എന്തോ വൈരാഗ്യവും വെറുപ്പും ഒക്കെ ഉള്ളതുപോലെയാണ് പെരുമാറുന്നത്. എന്നെ തീരെ ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ പറയുന്ന കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നില്ല. ആ മുറിയിൽ ഞാൻ കിടക്കരുത്. ചെറിയ കാര്യങ്ങൾക്ക് അവൾ വഴക്കുണ്ടാക്കിയാണ് എന്നോട് ഇറങ്ങിപ്പോകാൻ വരെ പറയും. ഞാൻ മിക്കവാറും രാത്രി അവിടെ പോയും കിടക്കും, അവൾക്കൊരു കൂട്ടാകുമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ എന്നോട് കിടക്കണ്ട, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി കിടക്കൂ എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുകയും ചെയ്തു. ഒരു ദിവസം ഭാര്യയുടെ കൂടെ ഞാൻ റൂമിൽ കിടക്കുകയാണ്. അറിയാതെ ഞാൻ ഉറങ്ങിപ്പോയി. കൂർക്കം വലിച്ചു എന്ന് പറഞ്ഞ് ഭാര്യ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. അട്ടഹസിക്കുകയും ഇറങ്ങിപ്പോകാൻ പറയുകയും ചെയ്തു. രാത്രി ഒരു 12 മണിയായി കാണും. അവൾക്ക് ഉറക്കമൊന്നും വരുന്നില്ലെന്ന്. ഞാനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഒന്നും പറയാതെ തിരിച്ച് ഇറങ്ങി സിറ്റൗട്ടിൽ പോയിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ എൻ്റെ അടുത്ത് വന്നു. എന്താടാ നിങ്ങളുടെ മുറിയിൽ കുറേ നാളായിട്ട് വലിയ ബഹളമെന്ന് ചോദിച്ചു. അമ്മേ, കഴിഞ്ഞ മാസം മുതൽ അവൾ എന്നോട് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വഴക്കും ബഹളവുമാണ്. എന്നെ ഒട്ടും ഇഷ്ടമല്ല, ഇറങ്ങിപ്പോകാൻ പറയുകയാണ്. അത് കേട്ട് ഉമ്മ ചിരിച്ചു. എല്ലാ പെണ്ണുങ്ങൾക്കും ഇങ്ങനൊന്നുമില്ല, ചില പെണ്ണുങ്ങൾക്കില്ലേ ഭയങ്കര ദേഷ്യമാണ് ഭർത്താവിനെ കാണുമ്പോൾ, എപ്പോഴും വഴക്കും വക്കാണോ ഒക്കെ ഉണ്ടാക്കും, പെട്ടെന്ന് ദേഷ്യം വരും. ഇതെല്ലാം ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന മോനെ, അത് കുറ്റം പറയാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ പണ്ടുള്ളവർ പറഞ്ഞത്, ഗർഭിണിയായി കഴിഞ്ഞാൽ അവൾ തനി അങ്ങ് ജീവിച്ചോട്ടെ, അവിടേക്ക് ആണുങ്ങൾ പോലും പോകണ്ട, മരുമകൻ അങ്ങോട്ട് വരികയേ വേണ്ട എന്ന് പണ്ടുള്ളവർ പറയും. മരുമകനെ കാണിക്കാൻ പോലും സമ്മതിക്കില്ല, എല്ലാം പ്രസവമൊക്കെ കഴിഞ്ഞ് 10-90 ദിവസം കഴിയട്ടെ എന്ന് പറയും. അതിന് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഞാൻ അവൾക്ക് ഉണ്ടാക്കുന്നില്ലോ അമ്മേ. എടാ, ആ ബുദ്ധിമുട്ട് ഉണ്ടാക്കണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ ഇറിറ്റബിളാണ്. എല്ലാ സ്ത്രീകളും അങ്ങനൊന്നുമല്ല. എനിക്ക് പക്ഷേ ഇവളെ ഗർഭിണിയായിരുന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും അടുത്ത് വേണമെന്നുണ്ടായിരുന്നു. ഇവക്കെന്താ എങ്ങനെയെന്ന് എനിക്കറിയില്ലെന്ന് പറഞ്ഞു. എന്തായാലും വിദ്യാഭ്യാസമായി കഴിഞ്ഞപ്പോഴേക്കും അത് ശ്രീജ ചേച്ചിയുടെയും ജ്യോതി ചേച്ചിയുടെയും ചെവിയിൽ ചെന്നു.
രാത്രി 10 മണി കഴിഞ്ഞപ്പോഴേക്കും അവർ ഈ വീട്ടിലേക്ക് വന്നു. ഞാനും ഭാര്യയും അവരും അമ്മായിമ്മയും എല്ലാം ഒരുമിച്ച് മുറിയിലിരിക്കുകയാണ്. അപ്പോഴേക്കും ശ്രീ ചേച്ചി പറയാൻ തുടങ്ങി, മോളെ എടി നിനക്ക് ഗർഭത്തിൻ്റെ പല പ്രശ്നങ്ങളും കാണും എന്ന് വെച്ചിട്ട് സ്വന്തം ഭർത്താവിനെ നീ ഇങ്ങനെ ആട്ടുകയും ഇറക്കി വിടുകയൊക്കെ ചെയ്യാമോ? അതൊട്ടും നല്ല കാര്യമല്ല. ഭർത്താവ് കൂടുള്ളതല്ലേ ഒരു പെണ്ണിൻ്റെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞു. എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, ഇങ്ങനെ കൂർക്കം വലിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ജോയി ചേച്ചി എന്നെ കണ്ണടച്ച് കാണിച്ചിട്ട് പറഞ്ഞു, ശരി ഇനി അവൻ ഈ മുറിയിൽ കിടക്കുന്നില്ല, അവൻ അപ്പുറത്തെ ഗസ്റ്റ് റൂമിൽ കിടക്കട്ടെ. അമ്മായിമ്മ പറഞ്ഞു, ഓ എടി അതെല്ലാം അലങ്കോലമായിട്ട് കിടക്കാണ്, വൃത്തിയാക്കിയിട്ട് ഒത്തിരി നാളായി. അതിനെന്താ, എൻ്റെ മോന് വേണ്ടിയിട്ട് ഞാൻ അത് വൃത്തിയാക്കി കൊടുക്കില്ലേ, നാളെ അത് റെഡി ആയിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വ്യത്യാസമായപ്പോഴേക്കും രണ്ടുപേരും എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ചോദിച്ച് അനുയോജ്യമായ രീതിയിൽ ആ ഗസ്റ്റ് റൂം സെറ്റപ്പ് ചെയ്ത് തന്നു. അവരുടെ കരവിരുത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയമ്മയേക്കാൾ സ്നേഹം അവർക്ക് രണ്ടുപേർക്കും ഉണ്ടല്ലോ എന്ന് ഞാൻ ഓർത്തു. അങ്ങനെ വ്യത്യാസം മുതൽ ഞാൻ അവിടെയാണ് കിടപ്പ്. രാത്രി 10:30 മുതൽ 11 വരെ ഞങ്ങൾ വീട്ടിൽ കാണും. എൻ്റെ മുറിയിലായിരിക്കും എല്ലാവരും. അമ്മായിമ്മ കാണും, ജോയി ചേച്ചി, ശ്രീ ചേച്ചി എല്ലാവരും കാണും. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യും. ഭാര്യയ്ക്ക് അത് ശ്രദ്ധിക്കാൻ നേരമില്ല, ഒട്ടും ഇഷ്ടവുമല്ല. ഭക്ഷണമൊക്കെ അവളുടെ മുറിയിൽ നേരത്തെ കൊടുക്കണം. 10 മണിയാകുമ്പോഴേക്കും വാതിൽ കൊട്ടിയടയ്ക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോണിൽ വിളിക്കും. അങ്ങനെയൊക്കെയാണ്. വല്ലാത്ത നിർബന്ധമാണ്. സാരമില്ലടാ, സ്ത്രീകൾ അങ്ങനെയാണെന്ന് പറഞ്ഞ് 3 പേരും എന്നെ ആശ്വസിപ്പിച്ചു. ഒരു രാത്രി ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുകയാണ്. ആ സമയത്ത് ജ്യോതി ചേച്ചി പറഞ്ഞു, എടി ശ്രീജെ, പണ്ടൊരു ദിവസം ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നില്ലായിരുന്നു, ഞാനും എൻ്റെ ഭർത്താവും കൂടെ. അപ്പോൾ നമ്മൾ 4 പേരും കൂടെ കൂടിയിരുന്ന് ഇതുപോലെ ബെഡ്റൂമിൽ വെച്ച് കുറേ കത്തി അടിച്ചതാണ്. അന്ന് നീ പറഞ്ഞിട്ട് ഞാൻ ബിയറും കുടിച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ബിയറോ? എടി അന്ന് നീ അമ്മ കുടിച്ചത് ബിയറൊന്നും അല്ല, കള്ളി. ഇപ്പം നീ ബിയറാണെന്ന് പറയുന്നു എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ചിരിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പറഞ്ഞു, ആഹാ, അപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്ക് കൂടി കള്ളുകുടിയും ഉണ്ടായിരുന്നല്ലേടി. അപ്പോൾ ശ്രീജി ചേച്ചി പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഭർത്താക്കന്മാരുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെല്ലാം സ്വാതന്ത്ര്യം ഉണ്ടായേനെ. ശരിക്കും ഭാര്യയും ഭർത്താവിനും ഇടയ്ക്കുള്ള ബന്ധം അത് മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ വല്ലാത്ത പ്രയാസമാണ്. എൻ്റെ മോനോട് അവളിങ്ങനെ പെരുമാറുന്നല്ലോ, പിന്നെ ഗർഭിണിയാണെന്ന് വെച്ച് ഞാനൊന്നും പറയാതിരിക്കുന്നതാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, പ്രസവം കഴിയുമ്പോഴേക്കും എല്ലാം നോർമലായിരിക്കും അല്ലേ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അമ്മായിമ്മ പറഞ്ഞു, നോർമലാകുമായിരിക്കും, പക്ഷേ നമുക്കറിയാവുന്ന പെണ്ണുങ്ങളിലൊന്നും ഇത്രയും വാശിയും വൈരാഗ്യം കണ്ടിട്ടില്ല. ഇവനിതെങ്ങനെയാണ് സഹിക്കുന്നതെന്ന് എനിക്കറിയില്ലെന്ന് പറഞ്ഞ് അമ്മായിമ്മ എൻ്റെ ചുമലിൽ തലോടി. ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇപ്പം ഇത്തിരി ബിയറോ റമ്മോ ഒക്കെ കിട്ടിയായിരുന്നെങ്കിൽ അടിപൊളിയായതിനെന്ന് ഉടനെ അമ്മായിമ്മ പറഞ്ഞു, എടി റമ്മൊന്നും വേണ്ട, ബിയറാണെങ്കിൽ എനിക്കൊക്കെ, അല്ലാതെ ഞാനൊന്നും സമ്മതിക്കില്ലെന്ന്. അത് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. അല്ല ഉമ്മ ബിയർ അടിക്കുമോ? അല്ലടാ, സത്യം പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് എനിക്ക് ബിയറൊക്കെ തന്നിരുന്നു, അതൊന്നും പറയാൻ പറ്റില്ലോ, അത്രയേ ഉള്ളൂ. ആഹാ, അപ്പം നിങ്ങളെല്ലാവരും വലിയ പുള്ളികളാണ്. അപ്പം മോനെ നീ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ബിസിനസ് ഏറ്റെടുത്തതിൽ പിന്നെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും കൂട്ടുകെട്ടിനും പോകാറില്ല, അതിനു മുമ്പ് ലേശമൊക്കെ ഉണ്ടായിരുന്നു എന്ന്. അപ്പം അമ്മായിമ്മ എന്നോട് പറഞ്ഞു, എങ്കിൽ എടാ ബിയർ വാങ്ങിച്ചോണ്ട് വാ, നമുക്ക് നാളെ മുതൽ അടിച്ചു പൊളിക്കാവുന്ന. ഞാൻ പറഞ്ഞു, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന്. ആ, ബിയർ കുടിച്ചാൽ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാണ്, അത്ര വലിയ ഫിറ്റൊന്നും ആകില്ലെന്ന് ജോയി ചേച്ചി പറഞ്ഞു. എന്തായാലും പിറ്റേ ദിവസം രാത്രി ഞാൻ വാങ്ങിക്കൊണ്ട് വന്നു. ഭാര്യ കഥ കടച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങൾ കഴിച്ചിട്ട് പിന്നെ വന്ന് കുടിക്കാൻ ഓരോ വിഭവങ്ങൾ എടുത്തുകൊണ്ടുവന്ന് നന്നായി ബിയർ കുടിക്കാൻ തുടങ്ങി. 2-3 ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്കതിൽ നല്ല ഇൻട്രസ്റ്റ് വന്നു. നമ്മളുടെ നേരത്തെയുള്ള ബന്ധം പോലെയല്ല, കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ആയതുപോലെ. 3-ാമത്തെ ദിവസമാണ് ജ്യോതി ചേച്ചി ഒരു പുതിയ വിഷയം എടുത്തിട്ടത്. എടി, ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ഭർത്താവ് ഞാൻ ഗർഭിണിയായിരുന്നപ്പോൾ എൻ്റെ മുറിയിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മായിമ്മ പറയുകയാണ്, എന്തായാലും അങ്ങനെ വെറുതെ കിടക്കാൻ ഇവള് സമ്മതിക്കുന്ന ടൈപ്പല്ല, അതെനിക്ക് ഉറപ്പാണെന്ന്. ഇത് കേട്ട് ശ്രീ ചേച്ചി പൊട്ടിച്ചിരിച്ചു. എടി, നീ പറഞ്ഞത് കറക്റ്റാണ്. അപ്പോൾ ജോയി ചേച്ചി പറഞ്ഞു, ആ എന്തായാലും ഇവിടുത്തെ മോളെ പോലെ എനിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. എൻ്റെ ഭർത്താവ് അടുത്തുള്ളത് എനിക്കൊരാശ്വാസമായിരുന്നു. അന്ന് എൻ്റെ അമ്മ എൻ്റെ കാതിൽ ഓതി തന്നത് എന്താണെന്നറിയാമോ? എടി, ഗർഭിണിയായി കഴിയുമ്പോൾ ഭർത്താക്കന്മാരെ ഒത്തിരി ശ്രദ്ധിക്കണം. കാര്യം അവർ അകന്നു പോകാൻ ചാൻസ് ഉള്ള ഒരു സമയമാണ്. അതുകൊണ്ട് മാക്സിമം അവരെ അടുത്ത് തന്നെ നിർത്തണം. അതുമാത്രമല്ല, കഴിയുന്നത്ര സഹായങ്ങളൊക്കെ അവർക്ക് വേണ്ടി ചെയ്യാൻ സന്നദ്ധമായിരിക്കണം എന്ന് എൻ്റെ അമ്മ പറഞ്ഞു. അത് കേട്ടുകൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവിനോട് എല്ലാ സമയത്തും ഒരുപോലെ തന്നെയായിരുന്നു. എല്ലാ കാര്യങ്ങളും ഈസിയല്ല, എന്നാലും ബുദ്ധിമുട്ടില്ലാത്ത ചില കാര്യങ്ങളുണ്ടല്ലോ എന്ന്. അത് കേട്ടപ്പോൾ എൻ്റെ അമ്മായിമ്മ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ആ എനിക്കറിയാം, നിനക്ക് പണ്ടേ വായും നാക്കും
ഒരു മുഴ നീളമാണല്ലോ എന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും കൂടെ കയറി ഏറ്റു. അതേടി, അതിനെന്താ, എൻ്റെ ഭർത്താവാണ്, വഴി കൂടെ പോകുന്നവനല്ല എന്നൊക്കെ പറഞ്ഞു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയം മാത്രമായി 3 സ്ത്രീകളും കൂടെ തറയ്ക്കാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നാണമില്ലേ? ഞാൻ നിങ്ങളുടെ മകനെ പോലെയല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നത് മറന്ന് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന്. അപ്പോഴേക്കും ചേച്ചിയുടെ ചോദിക്കണം, എടാ നമ്മളിപ്പോൾ ഫ്രണ്ട്സിനെ പോലെയാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവൾ നിന്നെ ഇങ്ങനെ അകറ്റി നിർത്തി വാതിൽ കൊട്ടിയടയ്ക്കുന്നു, നീ എത്ര നാൾ പിടിച്ചു നിൽക്കും? എനിക്ക് തോന്നുന്നത് ഒരു 3-4 മാസം കൂടെ, അത് കഴിഞ്ഞാൽ നീ മതിരി പൊളിക്കുമോ മോനെ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്. ശ്രീ ചേച്ചി പറഞ്ഞു, മലയാളം, ഞങ്ങൾ മലയാളം പറഞ്ഞു, നിനക്ക് മനസ്സിലായില്ലേടാ എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മായും പറഞ്ഞു, ആ ഇവൻ മതിൽ പൊളിക്കുകയാണെങ്കിൽ ഇവനെ ഞാൻ നേരെ ചൈന വൻമതിലേക്ക് വിടും, പിന്നെ ഇങ്ങോട്ട് കയറ്റില്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ പുള്ളിക്കാരി എഴുന്നേറ്റ് വന്ന് കട്ടിലിരിക്കുകയായിരുന്ന എൻ്റെ അഭിമുഖമായി നിന്നു. എന്നിട്ട് കുനിഞ്ഞ് എൻ്റെ തോളിൽ പിടിച്ച് കുലിക്കൊടി വയ്ക്കുകയാണ്. പറയടാ, നിനക്ക് ദുരുദ്ദേശമുണ്ടോ? നീ മതിൽ ചാടുമോ? നീ വേലി ചാടുമോ എന്നൊക്കെ ചോദിച്ചു. അത് കണ്ട് ജോ ചേച്ചിയും ശ്രീ ചേച്ചിയും പൊട്ടിച്ചിരിച്ചു. ശ്രീ ചേച്ചി ഒച്ചത്തി പറയാണ്, എടി അമ്മായി തള്ളേ, ചുമ്മാതിരിക്കുന്ന ചെക്കൻ്റെ മുന്നിൽ ചെന്ന് കുലുക്കിക്കൊണ്ട് നീ ചാടുമോ ഓടുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വേറെ വല്ലതും പുറത്ത് ചാടും, അത് കണ്ട് നീ ഞെട്ടരുതെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ ഞെട്ടി പിന്മാറി. അവർ രണ്ടുപേരും കൂടെ ചിരിക്കുകയാണ്. അമ്മായിമ്മ അബദ്ധം പറ്റിയോടെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞ ചേച്ചിമാരെ, വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ, ഇതൊക്കെ പറയല്ലേ, എനിക്ക് നാണമാകുന്നു എന്ന്. അപ്പോഴേക്കും ജോ ചേച്ചി പറഞ്ഞു, നാണിക്കേണ്ട യാതൊരു കാര്യമില്ല, ഇതൊക്കെ മനുഷ്യർക്ക് സ്വാഭാവികമായി തോന്നുന്ന കാര്യമാണ്. ഞങ്ങൾ 3 പേരുടെ ഭർത്താക്കന്മാർ മരിച്ചു പോയതാണ്. പക്ഷേ സാമൂഹ്യമായ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതല്ലാതെ ഉള്ളിലെ മോഹങ്ങളും ദാഹങ്ങളും ഒക്കെ എവിടെ പോകാനാണ്? അതെപ്പോഴെങ്കിലും പുറത്തു വരും. അത് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് വേറെ വിവാഹം കഴിക്കാൻ വയ്യായിരുന്നോ? അപ്പോൾ അമ്മായിമ്മ എന്നോട് പറയുകയാണ്, വിവാഹം എന്ന് പറഞ്ഞത് ഒന്നിൻ്റെ പരിഹാരമല്ല. സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. അവർ അതിരി കടക്കുമോയെന്ന് എനിക്കൊരു ഭയമുണ്ടായിരുന്നു. അപ്പോൾ ജോ ചേച്ചി എന്നോട് ചേർന്നിരുന്നുകൊണ്ട് പറഞ്ഞു, സത്യം പറഞ്ഞാൽ ഈ സമയത്ത് നമുക്ക് അതിർവരമ്പുകൾ ഇല്ലാതാകുന്ന പോലെ തോന്നുന്നു. മോനെന്ന് വിളിക്കുന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിൽ ഒത്തൊരു പുരുഷൻ്റെ രൂപമാണ് നിനക്ക്. എടി, നീ ഒരു സത്യം പറയണം, നിനക്ക് അമ്മായിമ്മ എന്നുള്ള നിലയിൽ മരുമകനോട് എന്തെങ്കിലും താല്പര്യം തോന്നിയിട്ടുണ്ടോ? സത്യമേ പറയാവൂ എന്ന് എൻ്റെ അമ്മായിമ്മയോട് അവർ ചോദിച്ചു കഴിയുമ്പോഴേക്കും അമ്മായിമ്മ ഒന്ന് പതുങ്ങി. ഞാൻ സത്യം പറയണോ അതോ കള്ളം പറയണോ എന്ന്. അപ്പോൾ 2 പെണ്ണുങ്ങളോട് പറഞ്ഞു, സത്യമേ പറയാവൂന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവനോട് ഒത്തിരി ഇഷ്ടം തോന്നിയിട്ടുണ്ടെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മറ്റു 2 സ്ത്രീകളും കൂടി എന്നെ പിടിച്ചു കുലുക്കി. കണ്ടോടാ, നീ വേലി ചാടാനും നിൻ്റെ ഭാര്യയുടെ സ്വഭാവത്തിൽ വിഷമിക്കാനൊന്നും പോകേണ്ട കാര്യമില്ല. നിൻ്റെ കൺമുന്നിൽ നിൽക്കല്ലേ തങ്കക്കുടം പോലെ ഒരു ഹൂറി നിൻ്റെ അമ്മായിയമ്മ. ഞാൻ പറഞ്ഞ ചേച്ചിമാരെ, നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അപ്പോൾ 2 പേരും കൂടെ എന്നോട് പറഞ്ഞു. അവൾ അവളുടെ മനസ്സിലെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. നമ്മളിപ്പോൾ ഫ്രണ്ട്സിനെ പോലെയാണ്, അതിർവരമ്പുകളില്ല. അതുകൊണ്ട് ഞങ്ങൾ 2 പേരും പോവുകയാണ്. ഇന്ന് അമ്മായിമ്മയും മരുമകനും ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങരുത്. ഞങ്ങൾക്ക് വാക്ക് തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റില്ലെന്ന്. പറ്റും, നിനക്കെല്ലാം പറ്റും. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അത്ര സ്നേഹമുള്ളത് കൊണ്ടല്ലേ അവളിത് പറഞ്ഞതെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ഒന്നും പറയാൻ തോന്നിയില്ല. അവർ 2 പേരും കൂടി പെട്ടെന്ന് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോയി. എന്നിട്ട് എൻ്റെ അമ്മായിമ്മയോട് പറഞ്ഞു, നീ മുറിയിൽ നിന്ന് പുറത്തിറങ്ങരുത്, ഇന്നത്തെ രാത്രി ശുഭരാത്രി എന്ന്. അവർ പോയി കഴിഞ്ഞതും അമ്മായിമ്മ വാതിൽ ചേർത്തടച്ചിട്ട് എന്നോട് പറഞ്ഞു, എന്തായാലും നിൻ്റെ ഭാര്യ രാവിലെ അല്ലാതെ വാതിൽ തുറക്കില്ലെന്ന്. അതിന് മറുപടി എനിക്കില്ലായിരുന്നു. എൻ്റെ മറുപടികൾക്ക് അവിടെ ലഹരിയിൽ അടിസ്ഥാനവുമില്ലായിരുന്നു. അടിസ്ഥാനങ്ങൾ തേടിപ്പോയ അമ്മായിമ്മയെ എതിർക്കാനും എനിക്ക് പറ്റിയില്ല. ചുരുക്കം പറഞ്ഞാൽ അവിടെ ഒരു കുട്ടിക്കലാശത്തോടു കൂടി എല്ലാം സമാരംഭിച്ചു. രാവിലെ കുറ്റബോധമുണ്ടായിരുന്നെങ്കിലും വൈകുന്നേരമായപ്പോൾ അവരെല്ലാം വന്നു കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങൾ അമ്മായിമ്മ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരു പ്രശ്നവുമില്ല, ഞങ്ങളെല്ലാം കൂടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കൂടുള്ളത് കൊണ്ട് എനിക്കും പിന്നീട് മറ്റ് 2 പേരോടും ആവശ്യത്തിൽ കൂടുതൽ അടുപ്പമുണ്ടാക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ഞങ്ങൾ 4 പേരും തമ്മിലുള്ള സഖ്യം വളരെ സ്ട്രോങ് ആയി. വ്യത്യസ്തമായ അനുഭവങ്ങളിൽ കൂടി ഞാൻ കടന്നുപോയി. പക്ഷേ മാഡം, ഇതിനകത്തെ യഥാർത്ഥത്തിലുള്ള ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടി ഉണ്ടായിക്കഴിഞ്ഞിട്ടും ഭാര്യയുടെ ആറ്റിറ്റ്യൂഡിന് വലിയ മാറ്റമൊന്നുമില്ല. ദേഷ്യം പോയെന്നേ ഉള്ളൂ. ഒരു രീതിയിലും ഒരു താല്പര്യമില്ല. എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ കൂട്ടുകക്ഷി സഭയിൽ നന്നായി പോകുന്നുണ്ട്. അവർക്കതിൽ സന്തോഷമേ ഉള്ളൂ. അവർ 3 പേര് എന്നോട് പറയുന്നത്, നീ അവളെ ശ്രദ്ധിക്കേ വേണ്ട, ഇത് നമുക്ക് ഒരു സന്തോഷ അവസരമാണെന്ന്. ശരിക്കും അങ്ങനെ വേണമെങ്കിലാകാം. എന്നാലും
ഞാൻ ഓർക്കുകയാണ്, ഭാര്യയുടെ സ്വഭാവം തനിയെ മാറുമോ അതോ ഞാൻ അവളെ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ടോ? മാഡം പറയൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗർഭാവസ്ഥയിലും അതേപോലെ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞും ഡിപ്രഷൻ അനുഭവിക്കുന്ന ധാരാളം സ്ത്രീകളുണ്ട്. അതിന് ട്രീറ്റ്മെൻറ്റ് വേണം. നിങ്ങളൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ട് ഭാര്യയെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് ചെയ്യണം. എന്നാലും എനിക്കൊരു സന്തോഷമുണ്ട്. കാര്യം ഓപ്പോസിറ്റ് സൈഡിൽ 3 ശക്തമായ ആളുകൾ അവിടെ നടനം ചെയ്യുന്നുണ്ട്. അവരുടെ കൂടെ സന്തോഷമായി കഴിയുന്നുണ്ടെങ്കിലും ഭാര്യയെ കൺസിഡർ ചെയ്യാൻ തോന്നി. അല്ലെങ്കിൽ ഉർവശി ശാപ ഉപകാരം എന്ന് വെച്ചിട്ട് ഭാര്യയുടെ ആറ്റിറ്റ്യൂഡിനെ മുതലെടുത്ത് ഇങ്ങനെ അങ്ങ് പോയാൽ മതിയായിരുന്നു. എന്തായാലും ഇതിൽ നിന്നൊക്കെ മാറി ഭാര്യയിലേക്ക് സ്നേഹം കൊണ്ടുവന്ന് നന്നായി ജീവിക്കാൻ കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ 3 പേര് ഓപ്പോസിറ്റ് എപ്പോഴും ചുറ്റുമുള്ളപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതെന്താണെന്ന് അറിയില്ല. എന്തായാലും ഭാര്യയുടെ കൗൺസിലിംഗ്, ട്രീറ്റ്മെൻറ്റ്, ഇത്തരം കാര്യങ്ങൾക്ക് ആദ്യം ശ്രമിക്കുക. അത് നന്നായി വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിക്കും.